ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ കല്ലുകൾ അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ കല്ലുകൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ അത് ശരിയാണോ? അത് ശരിയല്ല. കാരണം അങ്ങനെ നോക്കുവാണെങ്കിൽ 27 നക്ഷത്രമുണ്ട്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളുണ്ട്. രത്നങ്ങളാകെ 9 എണ്ണേ ഉള്ളൂ. അതെ, ശരിയാണല്ലോ. അപ്പൊ തന്നെ വിഭജനം അവിടെ വന്നല്ലോ, കട്ടിങ് വന്നില്ലേ? അതൊരു ശരിയല്ല. ഏത് ലഗ്നമാണോ ജാതകപ്രകാരം അല്ലേ? ഇപ്പോ എന്താ പറയാ, പഞ്ചസാര നല്ല വസ്തുവാണ്. പക്ഷെ ഡയബറ്റിക് പേഷ്യന്റിന് പഞ്ചസാര നല്ല വസ്തു അല്ലല്ലോ, അത് വിഷമല്ലേ? അതുപോലെ അപ്പൊ ഈ ആർക്കാണ് എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നോക്കുമ്പോൾ ചില ഇപ്പോൾ ബ്രാഹ്മിൺസിന്, ഈ തമിഴ് ബ്രാഹ്മിൺസിനൊക്കെ അവരുടെ വിവാഹത്തിന് ഡയമണ്ട് മസ്റ്റാണ്, അതൊരു ആചാരമാണ്, വജ്രം വേണമെന്ന്. അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു നല്ലൊരു ഡയമണ്ട് വാങ്ങിച്ചു കൊടുക്കും. അവരിതങ്ങ് ഇട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഇത് ചേരാത്ത പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെ ദാമ്പത്യം ശരിയാവൂല. അപ്പം ആചാരപരമായിട്ടോ ഈ നക്ഷത്രം നോക്കിയോ പിന്നെ രാശി നോക്കിയോ ന്യൂമറോളജി പിന്നെ വേറെ പല മാർഗങ്ങളുണ്ട്, അങ്ങനെയൊന്നും നോക്കി രത്നം ധരിക്കാൻ പാടില്ല. രത്നം ധരിക്കണമെങ്കിൽ രത്നശാസ്ത്രത്തിൽ അതിൻ്റെ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രത്നം ധരിക്കേണ്ടത്, ഏത് രത്നമാണ് എങ്ങനെ ധരിക്കണം, അത് ശാസ്ത്രീയമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ഫലം 100% സുനിശ്ചയമാണ്.